സ്നേഹാർദ്രം. രചന മാരിജൻ. അവതരണം സിദ്ധി. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ എൻ്റെ അമ്മ അവിടെ നിന്ന് കണ്ടോ? കൊണ്ടുപിടിച്ച സംശയങ്ങളായിരുന്നു. എവിടെ പോയി, എപ്പോ വരും എന്നൊക്കെ. എന്തുവിന്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോഴാ ഒതുങ്ങിയേ. ഓ താങ്ക്സ് ഡി. താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. പോയ കാര്യം എന്തായി? സമ്മതിച്ചു. സത്യം? രേവു വിശ്വസിക്കാനാവാതെ നോക്കി. സമ്മതിച്ചു മോളെ നിന്നെ. രേവു എന്നെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഒരു കാര്യം. എന്താ? നാളെ നീ എന്നോടൊപ്പം ഒന്ന് വരണം. നിനക്ക് കോളേജിൽ പോകാൻ ഉദ്ദേശമില്ലേ? ആട്ടെ, എവിടെ, എന്തിനാ? ഒറ്റാന ഡ്രസ് എടുക്കാനാ. ഇന്റർവ്യൂവിന് പോകാനുള്ളതല്ലേ? ശരി, ഒരു നല്ല കാര്യത്തിനല്ലേ? അതും പറഞ്ഞ് അവൾ ചിരിച്ചു. പിന്നെ അമ്മയെ ഫോൺ ചെയ്തു. കുറെ വഴക്കൊക്കെ കിട്ടി. എന്നാലും അന്ന് രാത്രി രേവുവിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിന് വല്ലാതെ സമാധാനമായിരുന്നു. രാവിലെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ലഹളയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കോളേജിലേക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് കുറെ കാട്ടിക്കൂട്ടലൊക്കെ നടത്തി. അമ്മ അനുസരണക്കേടിനെ കുറിച്ചോ പെൺകുട്ടികളുടെ അച്ചടക്കശീലത്തിന്റെ ആവശ്യകതയെക്കുറിച്ചോ ഒക്കെ നിർത്താതെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഫുൾ ടൈം പിറകെ തന്നെ ഉണ്ടായിരുന്നു. രേവുവിനെ ഫോൺ ചെയ്ത് മാളിലേക്ക് വരാൻ പറഞ്ഞു. അമ്മയോട് ബായ് പറഞ്ഞ് ഞാനും ഇറങ്ങി. ഞാൻ മാളിലെത്തിയപ്പോൾ രേവുവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. നേരെ അവളെയും വിളിച്ചുകൊണ്ട് ഡ്രസ് എടുക്കാൻ കയറി. കഴിഞ്ഞ തവണ ശിവേട്ട് ഉടുപ്പെടുക്കുമ്പോൾ ഒരു താല്പര്യമില്ലായിരുന്ന ചങ്ക് ഇത്തവണ കമന്റ്സുമായി വലിയ ഉത്സാഹത്തിൽ കൂടി. അതായി പിന്നെ പ്രശ്നം. ഞാനെടുക്കുന്ന ഷർട്ട് നോക്കി രേവു എന്തേലും ഒരു കമന്റ് പറയും. സൂപ്പർ എന്നോ കൊള്ളാമെന്നോ മറ്റോ ആയിരിക്കും. പക്ഷെ എനിക്കത് പോരായിരിക്കും. ഒടുവിൽ ഞാനത് മാറ്റി വേറെ സെലക്ട് ചെയ്യും. ഈ കലാപരിപാടി അങ്ങനെ 2-3 മണിക്കൂർ നീണ്ടു. ഒടുവിൽ എന്തേലും 2-3 ജോഡി സെലക്ട് ചെയ്തു. മാളിലെ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഒറ്റാനെ വിളിച്ചു. ഒരു കാരണവശാലും റെസ്റ്റോറന്റിൽ വരില്ലെന്ന് തീർത്തു പറഞ്ഞു. നിർബന്ധിക്കാൻ പോയില്ല. താഴെ ഫ്ലോറിൽ വരാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ആളെത്തി. രേവു വരാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ഞാൻ ചെന്നു. ദൂരെ വെച്ച് എന്നെ കണ്ടപ്പോഴേ പതിവ് പോലെ ജാടയിട്ട് നിൽക്കൊണ്ട് തുടങ്ങി. ഞാൻ അടുത്തേക്ക് ചെന്ന് കവർ നീട്ടി. കുറച്ച് ഡ്രസ്സാണ്. എന്തിന്? നാളെ ഇന്റർവ്യൂവിന് പോകണ്ടേ? ഉള്ള ഡ്രസ്സൊക്കെ മതി. ആയിക്കോട്ടെ, ഇപ്പോൾ ഇത് വാങ്ങ്. എനിക്ക് വേണ്ട. ഇന്നലത്തെ പോലെ ഞാൻ ഇന്നും വീട്ടിൽ വരണോ? പിന്നൊന്നും പറഞ്ഞില്ല. കവർ വാങ്ങി വേഗത്തിൽ തിരിച്ചുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ വിഷമം തോന്നി. രേവുവിന്റെ അടുത്ത് നിന്നപ്പോൾ ആദ്യത്തെ കഥ കേൾക്കാൻ റെഡിയായി നിൽക്കുന്നു. ചെന്ന പാടിൽ ചോദ്യം ചെയ്യൽ തുടങ്ങി. എന്തായിരുന്നു അവിടെ റൊമാൻസ്? ഇത്രയ്ക്ക് ആകാംക്ഷയുണ്ടായിരുന്നെങ്കിൽ നിനക്കൂടെ വന്നൂടായിരുന്നോ? ഓ വേണ്ട. നിങ്ങളുടെ പ്രണയ നിമിഷങ്ങൾക്ക് മുഖസാക്ഷിയാവാനൊന്നും താല്പര്യമില്ല. പിന്നെ പ്രണയം വന്നങ്ങ് നിറഞ്ഞു നിൽക്കുവല്ലേ. അത് എന്താണെന്ന് പോലും ആ കാട്ടുമാക്കാൻ അറിയില്ല. അപ്പോ അവിടെ പ്രണയസല്ലാപവും നടന്നില്ലേ? രേവു ഉണ്ടക്കണ്ണ് ഉരുട്ടി തുടങ്ങി. എന്ത് സല്ലാപം? പതിവ് പോലെ ആദ്യം നിഷേധിക്കുന്നു, ഞാൻ ഭീഷണിപ്പെടുത്തുന്നു, വാങ്ങുന്നു, പോകുന്നു. അത്ര തന്നെ. അപ്പൊ അങ്ങേര് ഇതുവരെ നിന്നോട് ഐ ലവ് യു പറഞ്ഞിട്ടില്ലേ? പിന്നെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം 10 പ്രാവശ്യം വീതം പറയും. ഇനി അങ്ങേർക്ക് പ്രേമമുണ്ടെന്നുള്ള സത്യം തന്നെയാണോ? എനിക്കറിയില്ല എന്റെ രേവു. എന്തായാലും പ്രേമം കാണും. അല്ലേ അന്ന് നിന്നെ കാത്ത് കോളേജിൽ വരുമോ? ആ കിരണിനെ ഓടിച്ചിട്ട് തള്ളുവോ? ആ കാണുമായിരിക്കും. ഞാൻ വലിയ താല്പര്യമില്ലാതെ മട്ടിൽ പറഞ്ഞു. പക്ഷേ അന്ന് മുഴുവൻ ആ ചോദ്യം മനസ്സിൽ കിടന്നു. എന്തൊരു മനുഷ്യനാണ്! ഒരിക്കൽ പോലും ഒന്ന് പ്രേമത്തോടെ എന്നെ നോക്കിയിട്ടില്ല. സംസാരം പിന്നെ പ്രതീക്ഷിക്കേ വേണ്ട. എപ്പോഴും ദേഷ്യം, കലിപ്പ് തന്നെ കട്ടക്കലിപ്പ്. പിന്നെ അതിനും ഒരു ഭംഗിയുണ്ട്. രാത്രി ഫോൺ ചെയ്യുമ്പോഴും അധികം സംസാരിക്കാൻ നിന്നില്ല. രാവിലെ തന്നെ പോണം എന്ന് പറഞ്ഞു. എന്ന് മാത്രമാണ് എല്ലാത്തിനും മറുപടി. രേവു പറഞ്ഞത് മനസ്സിൽ കിടന്നതുകൊണ്ട് അധികം സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുവണമെന്നുണ്ടായിരുന്നു. സാധിച്ചില്ല. എഴുന്നേറ്റപ്പോൾ ലേറ്റായി. ശിവേട്ടിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ കോളേജിൽ ബസ്സിന് പോകാൻ തന്നെ തീരുമാനിച്ചത്. എന്നിട്ടും സാധിച്ചില്ല. കോളേജിൽ ചെന്നിട്ട് മനസ്സമാധാനം തീരെ ഇല്ലായിരുന്നു. ഇന്റർവ്യൂ തന്നെയായിരുന്നു മനസ്സിൽ. ഒടുവിൽ എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ രേവു അമ്മാവനെ വിളിച്ചു. ഇന്റർവ്യൂവിൽ ആൾ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. നാളെ മുതൽ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞെന്നും. സന്തോഷം കൊണ്ട് ഞാൻ രേവുവിനെ കെട്ടിപ്പിടിച്ചു. എങ്കിലും മനസ്സിലൊരു കുഞ്ഞു നോവ് ബാക്കിയുണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്ത് ഇന്റർവ്യൂ വിജയിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. വൈകിട്ട് വീട്ടിൽ കൃത്യസമയത്ത് എത്തിക്കൊണ്ടാവും അമ്മയുടെ മുഖം തെളിഞ്ഞു കത്തി. രാവിലത്തെ ഉപദേശത്തിന് ഫലമുണ്ടല്ലേ? അമ്മ ചിരിയോടെ പറഞ്ഞു. രാവിലെ അമ്മ എന്താണോ ഉപദേശിച്ചത്? ശിവേട്ടനെ കാണാനുള്ള വെപ്രാളത്തിലായിരുന്നു. ശിവേട്ടന്റെ പേരൊഴികെ മറ്റൊന്നും അപ്പോൾ കാതിൽ വീഴുന്നുണ്ടായിരുന്നില്ല. ഞാൻ അമ്മയെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് ഫോൺ വന്നത്. അച്ഛനാണ്. അമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു.
ഞാനും കുറെ നേരം അവരുടെ സംസാരം നോക്കി നിന്നു. എത്ര കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും പങ്കുവെക്കുന്നു, തമാശകൾ പറയുന്നു. പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല, റൂമിലേക്ക് പോയി. കുറച്ചു നേരം കട്ടിലിൽ കിടന്നു. എന്തോ മനസ്സിൽ വല്ലാത്ത ഭാരം. കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടാണ് എഴുന്നേറ്റത്. വാഷ്റൂമിൽ പോയി കുളിച്ച് റെഡിയായി വന്നു. ഒറ്റാനെ വിളിക്കാൻ തോന്നിയില്ല, അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ വലിയ സന്തോഷത്തിലായിരുന്നു. കുറെ നേരം അമ്മയോട് കത്തിവെച്ചിരുന്നു. അച്ഛന്റെയും ഏട്ടന്റെയും കാര്യങ്ങളായിരുന്നു വിഷയം. മനസ്സിൽ ഒരു ആശ്വാസം തോന്നി. സമയം ഏകദേശം 11 മണിയായി. റൂമിൽ ചെന്ന് ഉറങ്ങാൻ പോകും മുമ്പേ വെറുതെ ഫോൺ എടുത്ത് നോക്കി. ഒരു മിസ്ഡ് കോൾ. ദൈവമേ, ശിവേട്ടൻ! ആദ്യമായാണ് ശിവേട്ടൻ എന്നെ വിളിക്കുന്നത്. ശരീരത്തിന്റെ ഓരോ കോണിലും സന്തോഷം പൊട്ടിവിടുന്നത് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് തിരിച്ചു വിളിച്ചു. ഹലോ. എന്താ? എന്തിനാ വിളിച്ചത്? ഞാൻ വിളിച്ചില്ലല്ലോ. മിസ്ഡ് കോൾ കണ്ടല്ലോ. പിന്നെ നിന്നെ ഫോൺ ചെയ്യലല്ലേ എന്റെ പണി. അറിയാതെ വല്ല കോളും വന്ന് പോയി കാണും. അത് കേട്ടതും എനിക്ക് സഹിച്ചില്ല. എന്നാ ശരി, വയ്ക്കട്ടെ. അതിന് മറുപടി പറയുന്നതിന് പകരം മറുതലക്കിൽ നിന്ന് ഒരു ചോദ്യമാണ് വന്നത്. നീ ഇന്നലെ അമ്പലത്തിൽ പോയില്ലേ? പോകണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. കോളേജിൽ പോയില്ലേ? പോയല്ലോ. ബസ്സിലാ പോയത്. എന്താ? ഓ, ഒന്നുമില്ല. അവിടെയും ഇവിടെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കണമല്ലോ നിന്റെ പണി, അതുകൊണ്ട് ചോദിച്ചതാ. എന്തിനാ ബസ്സിൽ പോയത്? നിന്റെ ആ പൊട്ടൻ വണ്ടി എന്തു പറ്റി? എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്റെ വണ്ടിക്ക് ഒന്നും പറ്റിയില്ല. ഞാൻ ബസ്സിൽ പോയത് ശിവേട്ടനെ കാണണമെന്ന് കരുതിയാ. എന്നെയോ? എന്നെ എന്തിനാ കാണുന്നേ? എനിക്കാകെ ചൊറിഞ്ഞു വന്നു. ഓ ചുമ്മാ. ഇന്ന് എന്റെ പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാൻ ദിവസമായിരുന്നേ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചെകുത്താനെ കാണുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരെണ്ണം ഉള്ളത് കൊണ്ട് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പുറത്ത് നിന്ന് മറുപടി ഒന്നും കേട്ടില്ല. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നാളെ ജോയിൻ ചെയ്യുക എന്നറിഞ്ഞല്ലോ. ഓ, വൈകിട്ട് ആ കിളവൻ വിളിച്ചു പറഞ്ഞിരുന്നു. രഘുവിന്റെ അമ്മാവനെയാണോ കിളവനെന്ന് വിളിക്കുന്നേ? അമ്മാവനാണോ കൊച്ചച്ഛനോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ജോലി തന്നെ ആളെ തന്നെ വിളിക്കണം. ഞാൻ ആരോടും ജോലി തരാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ജോലി വേണ്ടല്ലോ. തല്ലുകൊളുത്തരം മെയിൻ ബിസിനസ് ആക്കാൻ നിന്നതല്ലേ? അതേടി, ഞാൻ അങ്ങനെ തന്നെയാ. നിനക്കെന്താ ചെയ്തം? പിന്നെ എനിക്കല്ലേ ചെയ്തം? തലയിലെടുത്ത് വെച്ചു പോയില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ആ കോളേജിൽ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ തള്ളുകൊളിത്തരം പുറത്തേക്ക് എടുക്കരുത്. കോളേജ് പിള്ളേരാ, മുന്നും പിന്നും നോട്ടം കാണില്ല. ഈ ചെറുപ്രായത്തിൽ നിങ്ങൾ എന്നെ കൊണ്ട് വിധവാ പെൻഷൻ വാങ്ങിപ്പിക്കരുത്. അപേക്ഷയാണ്. നോക്കാം. ആ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അതും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. കെട്ടിയോനാണത്ര, കെട്ടിയോൻ. ഇങ്ങനെയുണ്ടോ ഒരു മുരട്ടുകാള? എന്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് ഈ മുരട്ടുകാളെ കെട്ടിയിട്ട് കേൾപ്പിക്കണം. അതാ വേണ്ടത്. ഇങ്ങനെ രാവിലെയും വൈകിട്ടും ചൊറിയണമാണോ കഴിക്കുന്നേ? എന്ത് ചോദിച്ചാലും ചൊറിഞ്ഞ വർത്താനം തന്നെ. പിറ്റേന്ന് ഒറ്റാനെ കാണാൻ സാധിച്ചില്ല. അമ്മയോടൊപ്പം കാറിലാണ് കോളേജിലേക്ക് പോയത്. റോഡിലുടനീളം ഞാൻ ശിവേട്ടനെ നോക്കി, കണ്ടില്ല. കോളേജിൽ ഇരുന്നിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു. കെട്ടിയോൻ എന്തൊക്കെയോ കാട്ടിക്കൂടുന്നെന്ന് അറിയില്ലല്ലോ. ഉച്ചയ്ക്ക് രഘുവിനെയും കൊണ്ട് അമ്മാവനെ വിളിപ്പിച്ചു. നന്നായി ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോഴാ സമാധാനമായത്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ കിരൺ ചോദിച്ചത്. ഡി, നിന്റെ മുറച്ചെറുക്കൻ സിനിമ വല്ല ചാൻസും കിട്ടിയാ? എന്താ? ഇന്നലെ രാവിലെ നല്ല മാസ് ലുക്കിൽ രഘുവിന്റെ വീടിനടുത്തുള്ള ഇടവഴിയിൽ നിൽക്കുന്ന കണ്ടല്ലോ. രാവിലെയോ? ആരെയോ കാത്തു നിൽക്കുന്ന പോലെ തോന്നിയേ. നിന്നെ കണ്ടോ? എന്തുവാണ്? പിന്നെ കണ്ടായിരുന്നു. റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ബൈക്കിൽ നിന്നിറങ്ങി അതും തള്ളിക്കൊണ്ടാ നടന്നേ. രഘു എന്നെ നോക്കി കണ്ണു കാണിച്ചു. എനിക്കും അപ്പോഴാണ് കത്തിയത്. ചുമ്മാതല്ല, ഇന്നലെ രാത്രി ഫോൺ ചെയ്തപ്പോൾ ഞാൻ കോളേജിൽ പോയില്ലേ എന്ന് ചോദിച്ചത്. രാവിലെ അവിടെ വന്ന് കാത്തുനിന്ന് കാണും. അമ്പലത്തിലും അപ്പോൾ എന്നെ പ്രതീക്ഷിച്ചു എന്നർത്ഥം. ആ ചിന്ത പോലും എന്നിൽ രോമാഞ്ചം നിറച്ചു. അറിയാതെ മുഖം വിടർന്നു. ലോ വോൾട്ടേജിൽ മങ്ങി കത്തിക്കൊണ്ടിരുന്ന ബൾബ് പെട്ടെന്ന് ഹൈ വോൾട്ടേജിൽ കത്തിയ അവസ്ഥ. കിരൺ അന്തം വിട്ട് നോക്കി. എന്താടി ഇരുന്ന് ചിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നീ വണ്ടി തള്ളിക്കൊണ്ട് നടന്ന രംഗം ഓർത്തതാ. നിനക്കൊക്കെ ചിരി. മനുഷ്യയുടെ പ്രാണനും കൈപിടിച്ച് നടന്നേ. ഹോ, ഇങ്ങനെ ഒരു പേടിത്തോണ്ടൻ ഇന്ന് തലയിൽ കൈവച്ചു. പിന്നെ ഒന്ന് പോയേ. ഒരു കല്യാണമൊക്കെ കഴിച്ച് പെണ്ണും കുട്ടികളുമായിക്കൊക്കെ ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുള്ളതാ. കഴിഞ്ഞ തവണ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയാമോ? ഇനി ഒരിക്കൽ കൂടി ഇമ്മാതിരി ഇടി കൊള്ളുകയാണെങ്കിൽ നീ പിന്നെ കാഷായം ധരിച്ച് സന്യാസി ആവുന്നതായിരിക്കും നല്ലതെന്ന്. അത് കേട്ടതും എല്ലാരും കൂട്ടച്ചിരിയായിരുന്നു. ലാസ്റ്റ് വീട് പ്രേംകുമാർ സാറിന്റെ ആയിരുന്നു. അത് കട്ട് ചെയ്ത് അപ്പച്ചിയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഓട്ടോയിൽ അപ്പച്ചിയുടെ വീടിന് മുന്നിൽ ഇറങ്ങുമ്പോൾ കണ്ടു കുളിച്ചൊരുങ്ങി സുന്ദരിയായിരിക്കുന്നു. മുഖത്ത് കുറച്ച് പ്രസാദമൊക്കെ വന്നിട്ടുണ്ട്. എന്നെ കണ്ടത് മുഖം ഒന്നുകൂടെ തെളിഞ്ഞു. എന്താ അപ്പച്ചി, നല്ല സന്തോഷത്തിലാണല്ലോ? സന്തോഷം തന്നെയാ മോളെ.
ശിവന് ജോലി കിട്ടി. ആണോ? എവിടെ? ഞാൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. കുറച്ചു ദൂരം ഒരു കോളേജിലാ. ഏതോ കൂട്ടുകാർ ശരിയാക്കി കൊടുത്തതാ. ആള് ഹാപ്പി ആയിരിക്കുമല്ലോ. ഒന്നും പറയണ്ട. ഇന്നലെ ആയിരുന്നു ഇന്റർവ്യൂ. രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ മുഖത്തൊരു തെളിച്ചമില്ലായിരുന്നു. വല്ലതും ചോദിച്ചാൽ കടിച്ചു കീറില്ലേ? അതുകൊണ്ട് ഞാൻ ദൈവത്തെ വിളിച്ചു. പറഞ്ഞ ജോലി എങ്ങാനും കിട്ടാതെ ആയതാണോ എന്ന് വരെ ഞാൻ സംശയിച്ചു. 9:30 ഗോപൻ കാറുമായി വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 8 മണിക്ക് ആരെയോ കാണുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയി. 9:30 ഗോപൻ വന്ന ശേഷമാ വന്നത്. വന്നപ്പോൾ എല്ലാവരോടും ദേഷ്യം. ഗോപനോട് പോലും തട്ടിക്കയറി. ഈ ജോലിയും പോയെന്ന ഞാൻ കരുതിയേ. രാത്രിയാ വീട്ടിൽ വന്നേ. അപ്പോഴും ദേഷ്യം തന്നെ. ഇവിടെ മുഴുവൻ പിറുപിറുത്തു നടക്കുന്ന കണ്ടു. ഫോൺ എടുത്ത് എറിയുന്ന കണ്ടു. ഞാൻ ജോലി കിട്ടില്ലെന്നാ കരുതിയേ. നാളെ രാവിലെ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴ ഒരു ആശ്വാസമായി. അപ്പച്ചിയുടെ വാക്കുകൾക്കിടയിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങൾ എന്നെ സന്തോഷത്തിന്റെ എവറസ്റ്റിൽ എത്തിച്ചിരുന്നു. അതെന്താ അങ്ങനെ? ഞാൻ സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല എന്റെ കുട്ടിയെ, എന്തോ പ്രശ്നമുണ്ട്. ഈ ജോലിക്ക് എന്റെ പട്ടി പോകും, കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്നൊക്കെ മുറുമുറുക്ക് നടക്കുന്ന കണ്ടായിരുന്നു. ഇനി ഇന്റർവ്യൂ സ്ഥലത്ത് ആരേലുമായി വഴക്കിട്ടതാണോ ആവോ? പിന്നെയും കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങളിരുന്നു. ഞാൻ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. രാത്രി അവൻ കാത്തിരിക്കുകയായിരുന്നു. അമ്മയുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്ത് ഞാൻ റൂമിലെത്തി. ശിവേട്ടനെ വിളിച്ചു. ആദ്യത്തെ ബെല്ലിൽ തന്നെ ഫോൺ എടുത്തു. ജോലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇന്നലെ എന്നെ കാണാനാണോ അമ്പലത്തിൽ വന്നത്? അതെന്ത്, നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ? അതോടെ മതിയായി. ആളിക്കത്തിയ സന്തോഷമെല്ലാം താനെ അണഞ്ഞു. നിങ്ങൾ ഇന്നലെ രേവുവിന്റെ വീടിന്റെ മുന്നിൽ ആരെയോ കാത്തുനിന്ന് പറഞ്ഞല്ലോ. ആ ഗോപൻ നിങ്ങളുടെ വീട്ടിൽ വന്നെന്ന് അപ്പച്ചി പറഞ്ഞല്ലോ. പിന്നെ നീ എന്താ വിചാരിക്കുന്നേ? ഞാൻ നിന്നെ കാത്തുനിന്നാണോ? പിന്നെ നിന്റെ പിറകെ നടക്കലല്ലേ എന്റെ പണി. തൃപ്തിയായി. പിന്നെ കൂടുതൽ ചോദിക്കാൻ തോന്നിയില്ല. ബസ്സിലാണോ പോകുന്നത്? എത്ര മണിക്ക്? 8:30. എന്നാൽ ശരി, വെക്കട്ടെ. അതും പറഞ്ഞ് ഫോൺ വെച്ചു. ശിവേട്ടൻ ജോലിക്ക് പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. നാളെയെങ്കിലും അതൊന്ന് കാണണമെന്ന് തീരുമാനിച്ചു. ദേവുവിനെയും കൂട്ടി വിളിച്ചു. രാവിലെ സ്കൂട്ടിയിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞ് ഒറ്റയാൻ വന്നു. ഞങ്ങളെ കണ്ടെന്ന് മനസ്സിലായി. ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ല. പക്ഷേ ഉള്ളത് പറയണമല്ലോ, നല്ല കൊലമാസ് ലുക്ക്. ഞാൻ അങ്ങനെ സ്ഥലകാലബോധമില്ലാതെ വായി നോക്കി നിൽക്കുമ്പോഴുണ്ട് ചെവിയിലൊരു ശബ്ദം. ചുമ്മാതല്ല പിള്ളേര് ക്ലാസ് കൊള്ളാം എന്ന് പറഞ്ഞത്. രേവുവാണ്. എന്താ? ഒന്നുമില്ല. നിന്റെ 4000 രൂപയുടെ തോട്ടി എന്തേടി? വീട്ടിലെ അലമാരയിലുണ്ട്. അതിങ്ങനെ അലമാര വെച്ച് പൂട്ടിയിട്ട് ഇതിനെ ഇങ്ങനെ അഴിച്ചു വിട്ടാലേ ഏതിലും നല്ല പാപ്പന്മാര് വന്ന് തോട്ടിയില്ലാതെ മേച്ചോണ്ട് പോകും മോളെ. ഞാൻ ഞെട്ടി രേവുരെ നോക്കി. പിന്നെ ഞാനെന്ത് ചെയ്യുമടി? തോട്ടി അവിടെ നിക്കട്ടെ. നിന്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടുത്തിയ നല്ലൊരു കട്ടിയുള്ള ചങ്ങല വാങ്ങി ആ മോതിരവിൽ അങ്ങോട്ട് ഇട്ടു കൊടുക്ക്. 1 കിലോമീറ്റർ അകലെ വെച്ച് കണ്ടാലും ആളുകൾ അറിയണം ഇത് ബുക്കിംഗ് കഴിഞ്ഞതാണെന്ന്. രേവു പറയുന്ന കേട്ട് ഞാൻ അന്തം വിട്ട് നിന്നു.